ദൈവജനമായി ഈ പ്രദേശത്ത് കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ഈ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുശ്വസിച്ചു. ഇന്ന് ലോകത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും സന്തോഷമില്ല, സമാധാനമില്ലാതെ എവിടെ സമാധാനം കിട്ടുമെന്ന് അറിഞ്ഞു നടക്കുമ്പോൾ ഞങ്ങൾ ആ സത്യദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാനാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ പാട്ടിന് കയറി പാടുക. മകനേ നീയൻ പ്രാണൻ വിലാ, എന്നെന്നും നീ എന്റേതു മാത്രമേ. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ മതിയാവാതെ. എൻ പ്രാണനും നൽകി. മകനേ നീ എൻ പ്രാണൻ വിലാ, മകനേ നീ എൻ പ്രാണൻ വിലാ, എന്നെന്നും നീ എന്റേതു മാത്രമേ. എന്നെന്നും നീ എന്റേതു മാത്രമേ. ദൂരത്തെങ്ങോ നീ പോയി, നിന്നരികിൽ ഞാൻ വന്നല്ലോ. ദൂരത്തെങ്ങോ നീ പോയി, നിന്നരികിൽ ഞാൻ വന്നല്ലോ. എൻ പിഴകൾക്കെല്ലാം ക്ഷമയും ഞാൻ നൽകി. എൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ, നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ. നിന്നെയൻ സ്വന്തമാക്കിയേ, നിന്നെയൻ സ്വന്തമാക്കിയേ. മകനേ നീ എൻ പ്രാണൻ വിലാ, മകനേ നീ എൻ പ്രാണൻ വിലാ, എന്നെന്നും നീ എന്റേതു മാത്രമേ. എന്നെന്നും നീ എന്റേതു മാത്രമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ഇവിടെ പാടി കേൾക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ ഇന്ന് ഈ ശബ്ദമാധ്യമം ഇവിടെ ഉപയോഗിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ആ പാട്ടുകൾക്കുള്ളിൽ നിന്ന് പ്രിയ ദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ പ്രിയമുള്ള ഈ മധ്യാഹ്ന സമയം ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് സ്തോത്രം ഞങ്ങളെ വിടുവിച്ച രക്ഷിച്ച പ്രാണരക്ഷകന്റെ ഇമ്പമാർന്ന സ്നേഹത്തെ പറ്റി ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആയിരിക്കുന്നത്. ഇവിടെ അടുത്ത് നമ്മുടെ ലൈബ്രറിക്ക് അടുത്തുള്ള ആൽപ്പാറ ലൈബ്രറിക്ക് അടുത്തുള്ള ക്രിസ്തീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാനൽ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സമാധാന സുവിശേഷ സന്ദേശവുമായാണ് ഞങ്ങൾ ഇന്ന് ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് കാലഘട്ടം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി എന്ന് ഞങ്ങൾ പറയാതെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. എന്നാൽ ഈ ലഹരിയുടെ അതിപ്രസരണത്തിന്റെ നടുവിൽ നിയമങ്ങളും പോലീസ് സംവിധാനങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ പകച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനൊരു പരിഹാരം എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ആധികാരിക സന്ദേശം കൈമാറുവാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് പരിഹാരമായ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ഞങ്ങളിവിടെ ഉയർത്തുന്ന രക്ഷകനായ ക്രിസ്തുവിന്റെ സ്നേഹം അത് രൂപാന്തരപ്പെടുത്തും. അതിൽ നിന്ന് വിമോചനം തരും, അതിൽ നിന്ന് രക്ഷയുണ്ടാകും. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ അനുഭവം കൂടി ആയതുകൊണ്ടാണ് ഇന്ന് ആധികാരികതയോടെ ഈ സന്ദേശവുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആയതിലേക്ക് അല്പസമയം ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എന്റെ സ്നേഹിതനും സഹയാത്രികനുമായ പാസ്റ്റർ ഫിലിപ്പ് അവരെ ക്ഷണിച്ചുകൊള്ളു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മനുഷ്യരും വളരെ കഠിന പ്രയത്നത്തിൽ ഈ ദിവസം തങ്ങളുടെ ജീവിതത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഉപജീവന മാർഗത്തെ ഏറ്റെടുത്തിരിക്കുക. ഞങ്ങൾ ഈ കൊടും ചൂടിനെയും ഞങ്ങളുടെ കയ്യിലെ സമ്പാദ്യങ്ങളെയും ഞങ്ങളുടെ കയ്യിലുള്ള ആരോഗ്യവും
ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളൊക്കെയും ഞങ്ങളുടെ ഉപജീവനത്തിന്റെ മാർഗത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരാളെ ഞങ്ങൾ കണ്ടെത്തി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാനസാന്തരവും വിടുതലും ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ സ്തോത്രം നേടിയതൊക്കെ പാഴായി നിന്നുള്ള ഒരു ബോധ്യത ഞങ്ങൾക്കുണ്ടായത് ആ രക്ഷകനെ ഞങ്ങൾ കണ്ടെത്തിയപ്പോഴാണ്. ആ രക്ഷകന്റെ നാമത്തെ ഉയർത്തുവാൻ, ഈ ദേശത്ത് വന്ന് ഞങ്ങളെ രക്ഷിച്ച യേശു ക്രിസ്തുവിനെ പറ്റി ഒന്ന് മനോഹരമായി പറയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചോ ജീവിച്ചില്ലേ എന്ന് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിന്, അത് വിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ശാസ്ത്രജ്ഞനാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും അവന്റെ സ്തോത്രം ഹല്ലേലൂയ ഭവനത്തിൽ ഒരു തെളിവ് കിടക്കുക. AD BC എന്ന കലണ്ടർ സ്തോത്രം ദൈവമില്ലാത്ത വാദിക്കുന്നവന്റെ വീട്ടിലും അത് സ്തോത്രം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള തീയതിയെ കുറിച്ചിടുവാൻ ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ AD എന്നും BC എന്നും അതിൽ സ്തോത്രം തെളിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാരണം എന്താ? സ്തോത്രം യേശു ക്രിസ്തു ജനിച്ചതിന് മുമ്പും പിൻപും എന്ന് പറയുന്നു. അതിൽ യേശു ക്രിസ്തു ജനിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ അനസിദ്ധമായി തെളിയിക്കപ്പെടുന്ന തെളിവുകൾ നമ്മുടെ ഭവനത്തിൽ തന്നെ തൂങ്ങിക്കിടക്കുമ്പോൾ, അത് നമ്മളെ പലപ്പോഴും മാടി വിളിക്കുമ്പോൾ അശ്രദ്ധമായി നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള ഉപജീവന മാർഗത്തെ ഏത് വിധേനയും രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് കഠിനാധ്വാനം ചെയ്ത് വളരെ പണിപ്പെട്ടും തത്രപ്പെട്ടും ജീവിക്കുന്ന ജീവിതത്തിനിടയിൽ നമ്മുടെ അധ്വാനം പൂർത്തീകരിക്കാൻ കഴിയാതെ പലരും കടഭാരത്തിലേക്കും നിരാശയിലേക്കും ദുഃഖത്തിലേക്കും കടന്നു പോകുന്ന ഒരു സ്തോത്രം ജീവിതത്തിന് ഉടമകളാണ് ഞാനും നിങ്ങളും. എന്നാൽ ഞങ്ങളൊരു സദ്വർത്താനം അറിയിക്കുകയാണ്. ഇന്ന് പൽക്കാലം നമുക്ക് രക്ഷയുണ്ട്. അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. ഏത് ജാതിക്കും സർവ്വജനത്തിനും ദൈവമായവൻ, അവൻ ജാതി നോക്കാറില്ല, അവൻ മതം നോക്കാറില്ല, അവൻ വിദ്യാഭ്യാസം നോക്കാറില്ല. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആദ്യത്തെ പ്രദർശനമാണ്. ദൈവത്തിന് ഇന്ന ജാതിയെന്നോ ഇന്ന മതമെന്നോ പറഞ്ഞാൽ ഒരിക്കലും സ്തോത്രം അത് ദൈവമല്ല എന്ന് നമുക്കറിയാം. കാരണം മനുഷ്യനെ മുഴുവൻ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു, ആ ക്രിസ്തു പറയുന്നു സകല ജഡത്തിന്റെയും ദൈവമാണ് ഞാൻ. അവൻ സകല മാനവകുലത്തിനും വേണ്ടി കാൽവരിയിൽ സ്തോത്രം സ്വന്തം ജീവനെ നൽകി നമ്മളെ രക്ഷിപ്പാൻ, നമ്മളെ ആരും സ്തോത്രമല്ലേ മരിക്കുവാനോ നമ്മളെ ആരെയും രക്തസാക്ഷിയാക്കുവാനോ അല്ല കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി പ്രാണനെ നൽകി ജീവനുള്ള സ്നേഹിച്ച് രക്ഷയുടെ വഴി നമുക്ക് ഒരുക്കി തന്ന ആ നസറേനായ യേശുവിന്റെ സദ്വർത്തമാനത്തെ ഈ ദേശത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ സദ്വർത്താനം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചെവിയായിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ വെച്ച് യേശുവിനെ അന്വേഷിച്ചാൽ, നീ അങ്ങോട്ട് അന്വേഷിച്ചാൽ നിന്റെ അരിക്കലേക്ക് സ്തോത്രം നടന്നു വരുന്നവനായ, നിന്റെ ഹൃദയത്തിലേക്ക് അടുത്തു വരുന്ന ഒരു വലിയവനാകുന്ന സകലത്തൻ സൃഷ്ടിച്ചനായ ദൈവത്തെയാണ് ഇന്ന് പോൽക്കാലം ഞങ്ങൾ വരച്ചു കാട്ടുന്നത്. ഈ ദേശം വളരെ അനുഗ്രഹീതമായ പ്രകൃതി രമണീയമായ ഈ ദേശം സ്തോത്രം, ഇത് നമുക്ക് അതിന്റെ സ്തോത്രം പൂർത്തീകരണത്തിലേക്ക്, ആ പ്രകൃതി രമണീയമായതിനെ ആസ്വദിക്കുവാൻ നമുക്ക് ദൈവത്തെ കൂട്ടുപിടിക്കാം. യേശുവിനെ കൂട്ടുപിടിച്ചാൽ, യേശു നിന്റെ ജീവിതത്തിൽ സന്തത സഹചാരിയായി നീ ഏറ്റെടുത്താൽ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമാകും. ഭൂമിയിൽ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തെക്കാൾ അപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ സ്തോത്രം, നമ്മുടെ പുരയിടത്തിൽ ഉണ്ടാകുന്ന ഒരു തെങ്ങ്, ആ തെങ്ങിൽ നിന്നും ചേതനയേറ്റ് വീഴുന്ന ഒരു തേങ്ങ എടുത്ത് നമ്മൾ ദീർഘകാലം സ്തോത്രം അതിന് പരിചരണം കൊടുത്ത് അതിൽ നിന്നൊരു വിത്ത് പൊട്ടിപ്പുറപ്പെടും. നമ്മുടെ ഭാവനയിൽ സ്തോത്രം അത് മരിച്ചുപോയി. ആ തെങ്ങിൽ നിന്നും വീണ തേങ്ങ ഒരിക്കലും ഇതിന് കിളിർക്കുവാൻ സാധ്യതയില്ല. അത് മനുഷ്യന്റെ സ്തോത്രം ഹല്ലേലൂയ ഒരു കണക്കൂട്ടലാണ്. എന്നാൽ അതിനപ്പുറം അതിനൊരു മുകളം വെച്ച് അതിനെ ഒരു തെങ്ങാക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടാവ്, ഒരു തെങ്ങിന് വേണ്ടി അങ്ങനെ ദൈവം ചെയ്യുന്നെങ്കിൽ, ഒരു സസ്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നെങ്കിൽ, സ്വന്തം കൈ കൊണ്ട് നമ്മളെ സൃഷ്ടിച്ച്
അനുഗ്രഹിച്ച ഈ മനുഷ്യൻ മരിച്ചാൽ ഈ ഭൂമിയിൽ കൊണ്ട് ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ കനിഷ്ഠമായിട്ടും ആ ജീവിതത്തിലേക്ക് നമുക്ക് പോയാൽ മതിയായിരുന്നു. അത് നമുക്ക് പറ്റത്തില്ല. കാരണം അതിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മരിച്ചാൽ അവന്റെ ഭൗതിക ശരീരം ഈ ലോകത്തിൽ സ്തോത്രം അടക്കപ്പെടുന്നുവെങ്കിൽ അവിടുന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അന്ന് യേശു ക്രിസ്തു പറഞ്ഞു, അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം സ്തോത്രം നൽകുവാൻ തക്കവണ്ണം അവൻ സ്തോത്രം ലോകത്തെ ന്യായം വിധിക്കും. ആ ന്യായവിധിയിൽ അകപ്പെടരുത്. ഇവിടെ നമ്മൾ സ്തോത്രം സുഖത്തിൽ സുഖിച്ച് ലോകത്തിൽ സ്തോത്രം എല്ലാത്തിനും കൈകൊട്ടു നോക്കി അതിന്റെ ആസ്വാദനം അറിഞ്ഞ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതെ ആ നമ്മളെ സ്തോത്രം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ദൈവം സ്തോത്രം നൽകിയിട്ടുള്ള ആത്മാവിനെ അത് ആരാണോ നൽകിയത് അവന്റെ അരികിലേക്ക് തിരികെ പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ആ വചനത്തെ ആസ്പദമാക്കി ഞങ്ങൾ പറയുന്നു, നമ്മളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് ഒരു ഉടയവനുണ്ട്. അവൻ ആരാണോ സ്തോത്രം അയച്ചത് ആ ആത്മാവിന്റെ അരികിലേക്ക് തിരികെ പോകുന്ന സന്ദർഭത്തിൽ നിരാശരായി പോകുവാൻ ഇടയാകരുത്. അത് നമ്മളെ ദുഃഖത്തിലേക്ക് ആഴ്ത്തരുത്. അതിന് എന്ത് ചെയ്യണം? കർത്താവിൽ ആശ്രയിക്കാം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ, അവനെ നമ്മുടെ ഉള്ളത്തിൽ വരുത്തിയാൽ, നമ്മൾ അറിയാതെ നമ്മളിൽ ഒരു മാറ്റം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കും. നാം മാനസാന്തരപ്പെടും. നാം പഴയ ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചോ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന് തീരുമാനമെടുക്കുവാൻ ഒരു മനുഷ്യന് സ്വയമായി സാധിക്കാതെ വരുമ്പോൾ അതിനെ തീരുമാനത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ നിന്റെ ഉള്ളിൽ നീ ഏറ്റെടുത്താൽ നിന്റെ ജീവിതം ധന്യമായി തീരും. ഈ ദേശത്തോട് ഞങ്ങൾ സ്തോത്ര സ്നേഹബുദ്ധിയ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സ്തോത്രം ഇവിടെ ലഭിക്കുന്ന നന്മകൾ, ഇവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ വിട്ടേച്ചു പോകേണ്ട ഒരു അവസരമുണ്ട്. മനുഷ്യനോട് ചോദിക്കുന്ന സ്തോത്രം ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ കുലുങ്ങാതെ പതറാതെ ദൈവസന്നിധി നേരോടെ നിൽക്കണമെങ്കിൽ ജാതി മത ഭേദമന്യേ ഏവരെയും സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? നിങ്ങളെന്ന് ഏറ്റെടുക്കാമോ? നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. നിങ്ങളുടെ തലമുറകൾ ധന്യമായി തീരും. നമുക്കറിയാം, ഇതുവരെയും കേട്ടുകേൾവികൾ നമ്മുടെ തലമുറയായി ഒരു കേട്ടുകേൾവിയില്ലാത്ത അനേക സംഭവങ്ങൾ കൊണ്ട് ഈ ലോകം വഷളായിരിക്കുകയാണ്. സ്തോത്രം വിവരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പത്രമാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്ന അനേക അനിഷ്ട സംഭവങ്ങൾ മനുഷ്യൻ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ മാതാപിതാക്കൾ വിഷ്ണരായിത്തീരുന്നു. സ്തോത്രം ആരാണിതിന് ആദ്യ കാരണക്കാരൻ? അപ്പൻ ഭവനത്തിൽ വീട്ടിൽ വന്നപ്പോൾ ഒരല്പ സ്തോത്രം ലഹരിക്ക് വേണ്ടി, അല്പ സമാധാനത്തിന് വേണ്ടി, അല്പ സന്തോഷത്തിന് വേണ്ടി ഒരു പെഗ്ഗെ തുടങ്ങിയതാ. ഇപ്പൊ ആ പെഗ് കയറി ആരെയെല്ലാം പിടിച്ചു? മക്കളെ പിടിച്ചു, മറ്റുള്ളവരെ പിടിച്ചു, അവരെ എല്ലാ സ്തോത്രം വല്ലില്ല മധ്യവനയത്തിലാക്കി ഒന്നൊന്നായി ആ കുടുംബത്തെ പിശാച് തേച്ചുമുടിക്കുക. അപ്പന് മകനോട് പറയാൻ പറ്റത്തില്ല മദ്യം കുടിക്കരുതെന്ന്. കാരണം അപ്പൻ ആരംഭിച്ച സ്തോത്രം അതിനെ സ്തോത്രം മകൻ ഏറ്റെടുത്തതാണ്. ആ കുടുംബം ശിഥിലമായി പോവുക. നന്മയുള്ള കുടുംബം, തറവാടിത്തമുള്ള കുടുംബം, സമ്പന്നതയുള്ള കുടുംബം, ശ്രേഷ്ഠതയുള്ള കുടുംബം, അനേകർ പുകഴ്ത്തി പറഞ്ഞ കുടുംബം ഇന്ന് സ്തോത്രം കണ്ണീരും കയ്യുമായി ആർക്കും ദഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മ്ലേച്ഛത കൊണ്ടും അകൃത്യം കൊണ്ടും പാപം കൊണ്ടും നിറഞ്ഞ് നാട്ടിൽ തലവെക്കുവാൻ കഴിയാത്ത വിധത്തിൽ തകർന്നുപോയ കുടുംബത്തെ നോക്കി ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ ഏറ്റെടുക്കാമെങ്കിൽ, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാമെങ്കിൽ നിന്റെ ജീവിതം ഒന്ന് പുനരാവിഷ്കരിക്കപ്പെടും. അത് ദൈവത്താൽ സാധ്യമാണ്. ആര് മാനിച്ചാലും മാനിച്ചില്ലെങ്കിലും നിനക്ക് സമ്പന്നമായ ഐശ്വര്യപൂർണമായ ദൈവ സാന്നിധ്യത്തോടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിനക്ക് കാഴ്ചവെക്കുവാൻ കഴിയും. അത് നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കും. പ്രിയപ്പെട്ട സഹോദര, ഞങ്ങളൊക്കെ ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ തിരുവചനം അറിയിക്കുന്ന ഞങ്ങളൊക്കെ നിങ്ങളെ പോലെ തന്നെ സമസ്വഭാവമുള്ളവരാണ്. ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ ദൈവത്തിന്റെ മഹത്വത്തെ അറിയുവാൻ കഴിയാതെ ലോകത്തിൽ എന്തൊക്കെ സ്തോത്രം ഉണ്ടോ അതൊക്കെയും ചെയ്തതാണ്. അതൊക്കെയും സ്തോത്രം വല്ല തേടിപ്പിടിച്ചതാണ്. അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കാമെന്ന് വിചാരിച്ച് പാടുപെട്ട് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ വിനിയോഗിച്ചു. ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കൂട്ടിവെച്ചു. ആർക്കും കൊടുക്കാതെ, ആരോടും കരുണ കാണിക്കാതെ ഞങ്ങളൊക്കെ സമ്പത്തുണ്ടാക്കി വർദ്ധിച്ചു. ഒരു ദിവസം സ്തോത്രം ഒന്നുമില്ലാത്തവരെ പോലെ, ആരുമില്ലാത്തവരെ പോലെ ഞങ്ങൾ അലഞ്ഞു. ഞങ്ങളുടെ സ്തോത്രം ഞങ്ങളുടെ കൂട്ടിവെച്ച സമ്പത്ത് ഞങ്ങൾക്ക് ഉപകരിച്ചില്ല. ഞങ്ങളുടെ പേരിലുണ്ടായിരുന്ന സമ്പാദ്യം ഞങ്ങൾക്ക് ഉപകരിച്ചില്ല. ഞങ്ങൾ സ്തോത്രം ഭ്രാന്തന്മാരെ പോലെ അലഞ്ഞു തിരിഞ്ഞു. ആരും രക്ഷിക്കാനില്ല. ദേശക്കാരും സ്വന്തക്കാരും സകലരും ഞങ്ങളെ കൈവിട്ടു. ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ സ്തോത്രം അല്ലെങ്കിൽ വിശപ്പിനുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രമെങ്കിലും ഞങ്ങളെ കൈവിടാത്ത ഒരു അരുമനാഥനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തോന്നി. സ്തോത്രം ആരുമില്ലാഞ്ഞപ്പോൾ, ആരും സമാധാനം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയാഞ്ഞപ്പോൾ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ, അപ്പാ ഞങ്ങളെ എല്ലാവരും കൈവിട്ടു, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുമോ എന്ന് പറഞ്ഞു. സ്തോത്രം ആ ദൈവത്തിന്റെ സന്നിധിയിൽ കേട്ടു. എന്നുകൊണ്ട് ദൈവം ഞങ്ങളോട് സംസാരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്.